ഹലോ അസ്സാം വലൈക്കും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് സ്പെഷ്യൽ ആൻഡ് പ്രഷ്യസ് ആയിട്ടുള്ളൊരു വ്ളോഗാണ്. ഇന്നുവിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് അങ്കലവാടി. നിങ്ങളുടെ വിഷസും പ്രാർത്ഥനയും ഒക്കെ വേണം. ജൂൺ 3-നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അന്നാണ് ഇന്നുവിൻ്റെ അങ്കലവാടിയിലെ പ്രവേശനോത്സവം. ഞാൻ വീഡിയോ ഇടാൻ കുറേ ഡിലേ ആയി, കാരണം എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് സൗണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആയത്. സൗണ്ടിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. 10 മണിക്കാണ് പ്രവേശനോത്സവം. 10 മണിയാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. ഇന്നുവിൻ്റെ ഫ്രഷ് ആവലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി ഹെയറൊക്കെ ഒന്ന് കെട്ടി കൊടുക്കണം. അവളുടെ മമ്മ അവളെ നല്ല രീതിക്ക് സുന്ദരിയാക്കി കൊടുക്കുന്നുണ്ട്. ഇന്ന് ജസ്റ്റ് പാരൻസിൻ്റെ കൂടെ ഒരു പ്രവേശനോത്സവം എന്ന കൺസെപ്റ്റാണ് കേട്ടോ ഉള്ളത്. കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യാം. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇന്നു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയിലെ ഫസ്റ്റ് ബേബിയാണ് ഇന്നു. അവൾ ആദ്യമായിട്ട് നഴ്സറിക്ക് പോകാമെന്ന് പറയുമ്പം അവളെപ്പോലെ തന്നെ ഞങ്ങളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. നോക്കട്ടെ, കാണിച്ചുണ്ട. അങ്ങനെ കുടിക്കല്. ഇന്നൂന് നഴ്സറിയിൽ പോകാൻ സ്പൈഡർമാൻ്റെ ബാഗ് തന്നെ വേണം പറഞ്ഞ് വാങ്ങിയതാണ് കേട്ടോ. ഇതാണ് അവളുടെ സ്പൈഡർമാൻ ബാഗ്. അതെന്താ? ഇന്നു സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടുകയാണ്. അത് കാണുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. നല്ല രസമാണ് ഇന്നുവിൻ്റെ സംസാരം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ. അതുകൊണ്ട് അവരുടെ വോയിസ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. എങ്ങോട്ട് പോണേ? മാഷാ അല്ലാ, എത്ര പെട്ടെന്നാണല്ലേ മക്കളൊക്കെ ഇങ്ങനെ വലുതായി വരുന്നത്. അവരുടെ ബാഗും കുടയും ചെരുപ്പൊക്കെ ഇപ്പപ്പാക്കും അപ്പാപ്പാക്കൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അവള്. ബാഗിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ അവളെ ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ബാഗും സീറ്റ്സൊക്കെ കൊടുത്തതാണ് അവളെ കയ്യിൽ. സ്കൂളും അങ്കലവാടിയൊക്കെ അടുത്തടുത്താണ്. സ്കൂളിൻ്റെ ബാക്കിലായിട്ടാണ് അങ്കലവാടി വരുന്നത്. നമുക്ക് ആകെ ഒരു 50 മീറ്റർ ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ. ഞാൻ ഇവിടെ വരുമ്പം ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യൽ ഇന്നുവിൻ്റെ കൂടെയാണ്. ഇനി അതൊക്കെ മിസ്സാവും. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. മഴ ഉണ്ടായിരുന്നില്ല, നല്ല വെയിലായിരുന്നു. സ്കൂളിൻ്റെ സൈഡിലൂടെയാണ് അങ്കലവാടിക്കുള്ള എൻട്രി വരുന്നത്. സ്കൂളൊക്കെ കാണുമ്പോൾ നമുക്ക് നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത കാലഘട്ടം സ്കൂൾ ജീവിതം തന്നെയല്ലേ. അങ്കലവാടി നല്ല അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ നേരത്തെ തന്നെ അങ്കലവാടിയിൽ എത്തിയിട്ടുണ്ട്. കുട്ടികളൊക്കെ എത്തുന്നേ ഉള്ളൂ. ഇന്നൂന് ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ്. അവൾ ആ സെക്ഷനിലേക്ക് ഇങ്ങനെ നീങ്ങിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള ഗിഫ്റ്റൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നുവിൻ്റെ വോയിസ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അവൾ വലിയ കുട്ടിയാകുമ്പോൾ കേൾക്കാനും അതുപോലെ ഒരു മെമ്മറിയായി സൂക്ഷിക്കുകയും ചെയ്യാം. പിന്നെ എല്ലാ മക്കൾക്കും അവരുടെ അളവിൽ തൊപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്.
ഇന്നു അങ്ങോട്ട് മക്കളെ വരി വരിയായി നിർത്തിയിട്ട് ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഓരോ മക്കളെയും ടീച്ചർ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യാണ്. എല്ലാ മക്കളും ഒരുപോലെ ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ടീച്ചർ ചെറിയൊരു സ്പീച്ചും ഉണ്ടായിരുന്നു. 2025-26 ഫസ്റ്റ് പ്രവേശനോത്സവം 2 പ്രവേശനോത്സവം ഉണ്ട്. അത് നവംബറിലാണ് രണ്ടാമത്തെ പ്രവേശനോത്സവം. ഫസ്റ്റ് നമുക്ക് പ്രാധാന്യം അർഹിക്കുന്ന പ്രവേശനോത്സവം ഈ ജൂൺ 3-ാം തീയതി. അതിലാണ് നമുക്ക് പ്രവേശനോത്സവം കരച്ചിലും അങ്ങനെയൊക്കെ ആയിട്ട് കാര്യങ്ങളുണ്ട്. കമ്മിറ്റി അംഗം ചെറുതാത്ത പാട്ട പാടുന്ന ആശംസ മക്കൾക്കുള്ള ചെറിയ ഗിഫ്റ്റൊക്കെ അവർ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് കുട്ടികളെ ഉള്ളൂ, ഒരു 25-ന് താഴെ കുട്ടികളെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ടീച്ചർക്ക് നന്നായി മാനേജ് ചെയ്യാനും അതുപോലെ നന്നായി കെയർ ചെയ്യാനൊക്കെ പറ്റും. ക്ലബിൻ്റെ വക ലഡുവും നേഴ്സറിൻ്റെ വക പായസമൊക്കെ ഉണ്ടായിരുന്നു. മക്കളൊക്കെ വലിയ പ്രശ്നമുള്ള മക്കളൊന്നുമല്ല, അങ്ങനെ കാര്യമായിട്ടുള്ള കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സ്മാർട്ട് മക്കൾ തന്നെയായിരുന്നു. ഇന്നുവിനെ പോലെ ഈ വർഷം സ്റ്റാർട്ട് ചെയ്ത എല്ലാ മക്കൾക്കും നന്നായി പഠിച്ച് നല്ല മക്കളാവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഉച്ചയായപ്പോഴത്തേന് ഉമ്മാൻ്റെ നാടൻ ഫുഡും ഉണ്ടായിരുന്നു, അപ്പോൾ അതും കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നുവിൻ്റെ അംഗനവാടിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. ആപ്പിൾ, പീച്ച്, സ്ട്രോബെറി, വാട്ടർമെലൺ, ഓറഞ്ച്, ലൈം, banana, papaya, mango, pineapple,